ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ EVS ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് അവർ വണ്ടറസ് വേൾഡ്. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൻ്റെ നെയിമാണ് അവർ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. പ്ലേയിങ് ടുഗെദർ. Namaste, welcome to my home. My name is Bella. I have 2 brothers, Bangu Bhaiya and Little Bishu. We enjoy playing Chuppan Chupai outside together. Do you know how to play Chuppan Chupai, hide and seek? First portionil first answer പറയുന്നതാണ് നമസ്തേ. നമസ്തേ എന്ന് പറയുമ്പോൾ നമസ്കാരം. വെൽക്കം ടു മൈ ഹോം. എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. മൈ നെയിം ഇസ് ബെല. എൻ്റെ പേരെന്താ? ബെല. ഐ ഹാവ് 2 brothers. എനിക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? 2 brothers. ബംഗു ബയ്യ ആൻഡ് ലിറ്റിൽ ബിഷു. ആരൊക്കെയാണ്? ബംഗു ബയ്യയും ലിറ്റിൽ ബിഷുവും. ബയ്യ എന്ന് പറയുമ്പോൾ ചേട്ടനും, ലിറ്റിൽ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അനിയനെയാണ്. അപ്പോൾ ബംഗു ബയ്യയും ലിറ്റിൽ ബിഷു ആണ് അവളെ ബ്രദേഴ്സ്, ആ കുട്ടിയുടെ ബ്രദേഴ്സ്. വി എൻജോയ് പ്ലേയിങ് ചുപ്പാൻ ചുപ്പായി ഔട്ട്സൈഡ് ടുഗെദർ. അവരെന്താണ് ചെയ്യുന്നത്? അവർ ചുപ്പാൻ ചുപ്പായി എന്ന ഗെയിം പുറത്ത് കളിക്കുമ്പോൾ അവർ എൻജോയ് ചെയ്താണ് കളിക്കുന്നത്. ഡു യു നോ ഹൗ ടു പ്ലേ ചുപ്പാൻ ചുപ്പായി? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ചുപ്പാൻ ചുപ്പായി കളിക്കുന്നതെന്ന്? ചുപ്പാൻ ചുപ്പായി എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിനെയാണ്. നമ്മൾ ഒളിച്ച് കളിയാണ്. ഇവിടെ ഹൈഡ് ആൻഡ് സീക്കിനെയാണ് ചുപ്പാൻ ചുപ്പായി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് പേജിൽ അറ്റ് ഹോം വി ഓൾ ലവ് ടു പ്ലേ പീക്കാബൂ വിത്ത് ബിഷു. വി പ്ലേ in the open space outside our home. We have planted a garden with several flowering plants. Our relatives, friends and neighbors also visit our garden. They sit, talk, share jokes and laugh together. Sometimes when my father and mother are tired after a hard day's work, they sit and they relax here too. All of us enjoy spending our evening together. അപ്പോൾ ഈ പോർഷൻ്റെ മീനിങ് ആണ് അറ്റ് ഹോം വി ഓൾ ലവ് ടു പ്ലേ പീക്കാബൂ വിത്ത് ബിഷു. അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പീക്കാബൂ കളിക്കാൻ ഇഷ്ടമാണ്. ആരോടെ കൂടെ? ബിഷുവിൻ്റെ കൂടെ. എല്ലാവർക്കും ബിഷുവിൻ്റെ കൂടെ പീക്കാബൂ കളിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ പീക്കാബൂ എന്താണ്? പീക്കാബൂ ഈസ് എ ഗെയിം. പീക്കാബൂ എന്താണ്? ഒരു കളിയാണ്. പ്ലേഡ് വിത്ത് എ യങ് ചൈൽഡ്. ഒരു കൊച്ചിൻ്റെ കൂടെ കളിക്കുന്ന കളി. വിച്ച് ഇൻവോൾവ്സ് ഹൈഡിങ് ആൻഡ് സഡൻലി റീഅപ്പിയറിങ് സെയിങ് പീക്കബൂ. ഈ കളി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഹൈഡിങ്ങും പെട്ടെന്ന് റീഅപ്പിയർ ചെയ്യുന്നതും. റീഅപ്പിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒളിച്ച് നിന്നിട്ട് പെട്ടെന്ന് വരൂലേ, അതുപോലെ. അപ്പോൾ ഈ കളി എന്തരാണ്? നമ്മൾ സിമിലർ ടു ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്കുമായിട്ട് സിമിലാരിറ്റി ഉള്ള കളിയാണ്. നമ്മൾ ഒളിച്ച് കളി കളിക്കൂല, അതേപോലെയാണ് പീക്കബൂ. ഇപ്പോൾ നെക്സ്റ്റ് പോർഷനാണ് വി പ്ലേ ഇൻ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ് അവർ ഹൗസ്. അവരെന്ത് ചെയ്യും? അവർ ഹൗസിൻ്റെ പുറത്തുള്ള ഓപ്പൺ സ്പേസിൽ ഒരുമിച്ച് കളിക്കും. വി ഹാവ് പ്ലാന്റഡ് എ ഗാർഡൻ വിത്ത് സെവറൽ ഫ്ലവറിങ് പ്ലാന്റ്സ്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ സെവറൽ പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സും എല്ലാം അവരൊരു ഗാർഡൻ പോലെ അവരൊരു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അവർ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ് ഓൾസോ വിസിറ്റ് അവർ ഗാർഡൻ. അവരുടെ റിലേറ്റീവ്സ് അവരുടെ ആരാണ്? റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കളും പിന്നെ കുറേ ഫ്രണ്ട്സും നെയ്ബേഴ്സും നമ്മളെ വീട്ടിനടുത്തുള്ള ആൾക്കാരും എല്ലാവരും ഈ ഗാർഡൻ, ഈ പൂന്തോട്ടം വിസിറ്റ് ചെയ്യും. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്? ദേ സിറ്റ്, ടോക്ക്, ഷെയർ ജോക്സ് ആൻഡ് ലാഫ് ടുഗെദർ. അവർ ഇരിക്കും, ടോക്ക് ചെയ്യും, ഷെയർ ജോക്സ് പറയും, ലാഫ് ചെയ്യും ഒരുമിച്ച്. ലാഫ് എന്ന് പറയുമ്പോൾ ചിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? സംടൈംസ് വെൻ മൈ ഫാദർ ആൻഡ് മദർ ആർ ടയേർഡ് ആഫ്റ്റർ എ ഹാർഡ് ഡേയ്സ് വർക്ക്, they sit
ആൻഡ് റിലാക്സ് ഹിയർ ടു. അവരുടെ മദറും ഫാദറും എന്ത് ചെയ്യും? വലിയ വർക്കിന് ശേഷം ഭയങ്കരമായി ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ അവരെവിടെ ഇരിക്കും? അവർ ഗാർഡനിലിരുന്ന് റിലാക്സ് ചെയ്യും, റിലാക്സ് ആയിട്ടിരിക്കും ഇവിടെ. അടുത്തതാണ് ഓൾ ഓഫ് us എൻജോയ് സ്പെൻഡിങ് അവർ ഈവനിങ് ടുഗെദർ. അവരെല്ലാവരും സന്തോഷിക്കും. എന്തിന്? അവരവരെ ഈവനിങ്സ് ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേജ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. സിംഗിങ് ടുഗെദർ. നെക്സ്റ്റ് എന്താ? സിംഗിങ് ടുഗെദർ. On rainy days, we sit under a small shelter we have created in the garden. On rainy days, മഴയുള്ള സമയത്ത് അവരെന്ത് ചെയ്യും? അവർ സ്മോൾ ഷെൽട്ടറിൽ അവരിയ്ക്കും. സ്മോൾ ഷെൽട്ടറിൽ അവരിരുന്നിട്ട് അവർ ഗാർഡൻ ഉണ്ടാക്കിയെന്ന് അവിടെ ഇരുന്ന് അവർ കുറേ തമാശകളും അവർ ഗ്രേറ്റ് ഫണ്ണും ഉണ്ടാക്കും ആ മഴ സമയത്ത്. അപ്പോൾ അവരിപ്പോൾ കളിക്കുന്ന കളിയാണ് പറയുന്നത് ഇവിടെ. വി പ്ലേ ഗെയിംസ് ലൈക്ക് അന്താക്ഷരി ആൻഡ് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്. അന്താക്ഷരി എന്ന് പറഞ്ഞാൽ എന്താ കളി? നമ്മളിപ്പോൾ പാട്ട് പാടിയിട്ട് ലാസ്റ്റ് ലെറ്റർ വെച്ച് അടുത്ത പാട്ട് പാടുക, അങ്ങനെ. അല്ലെങ്കിൽ സിനിമ പറഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് വെച്ചിട്ട് അടുത്ത സിനിമ പറയാം. പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഏണിയും പാമ്പും കളിക്കൂലേ, നമ്മളിങ്ങനെ ലൂഡോ പോലെ, അങ്ങനെ ഒരു കളിയാണ്. ഇതൊക്കെ നമ്മൾ ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ടാണ് കളിക്കുന്നത്. ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഉണ്ടല്ലോ. അപ്പോൾ ഇൻഡോർ ഗെയിംസ് ആയിട്ടാണ് ഇതൊക്കെ കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കളിക്കുമ്പോൾ അവരെന്തൊരു ചെയ്യുന്നുണ്ട്? ഈ റെയിനി ടൈമിൽ അവർ അന്താക്ഷരിയും സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിക്കും. മൈ മദർ ആൻഡ് ഗ്രാൻഡ് മദർ ഹൂം വി കോൾ ദാദിജി മേക്ക് എ ഹോട്ട് പക്കോദാസ് ആൻഡ് ടീസ് ഡ്യൂറിങ് റെയിൻ. എൻ്റെ അമ്മയും ഗ്രാൻഡ് മദറും ഹൂം വി കോൾ ദാദിജി, ഗ്രാൻഡ് മദറിനെ അവരെന്താ വിളിക്കുന്നത്? ദാദിജിയും മേക്ക് ഹോട്ട് പക്കോഡാസ് ആൻഡ് ടീ ഡ്യൂറിങ് ദ റെയിൻസ്. റെയിൻ പെയ്യുമ്പോൾ എന്താ, മഴ പെയ്യുമ്പോൾ എന്ത് ഉണ്ടാക്കി കൊടുക്കും? ഹോട്ട് പക്കോഡ, ചൂട് പക്കോഡാസും ചായയും. അടുത്തതാണ് ഓൾ ഓഫ് us ഇൻക്ലൂഡിങ് അവർ ഗ്രാൻഡ് പാരൻസ് ടുഗെദർ ആൻഡ് എൻജോയ് ദ പക്കോഡാസ്. അവരെ ഗ്രാൻഡ് പാരൻസും എല്ലാവരും എന്തൊരു ചെയ്യും? ഈ മഴ സമയത്ത് ഒരുമിച്ചിരുന്ന് പക്കോഡാസ് തിന്നുന്നത് എൻജോയ് ചെയ്യും. മെനി ടൈംസ് മൈ ദാദിജി സിംഗ് സോങ്സ് അബൌട്ട് ദ റെയിൻ. കുറേ പ്രാവശ്യം ഈ ദാദിജി എന്ന് പറയുന്ന ഒരു അമ്മുമ്മ എന്ത് ചെയ്യും? കുറേ സോങ്ങുകൾ പാടും. എന്തിനെ പറ്റിയുള്ള സോങ്ങാണ്? റെയിനിനെ പറ്റിയുള്ള സോങ്. ഷീ ഹാസ് തോട്ട് as few of the songs. എന്തൊരു ചെയ്തിട്ടുണ്ട്? ഷീ ഹാസ് തോട്ട് as a few of the songs. ഈ ദാദിജി എന്ത് ചെയ്തു? അവർക്ക് കുറച്ച് പാട്ട് പഠിപ്പിച്ചു. So we enjoy the singing too. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരും ഈ സിംഗിങ്ങിൽ ഇൻവോൾവ് ചെയ്തു. അപ്പോൾ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.